ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും നമ്മൾ ഓരോ ബുള്ളറ്റിൻ ആരംഭിക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത എത്രയെത്ര വിചിത്രമായ ക്രിമിനൽ വാർത്തകളാണ് നമ്മളെ തേടി വരുന്നത്. ഇന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ വിചാരിക്കും ഈ വാർത്താമുറിയിൽ ഇത്തരം വാർത്തകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ ഇത്തരം വാർത്തകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് ഒരുപക്ഷെ വാർത്താ ചാനലുകളുടെ എണ്ണം കൂടിയതുകൊണ്ടാണോ അതോ ഇത്തരം സംഭവങ്ങൾ കൂടുന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓരോ ദിവസവും നമ്മളെ നടുക്കുന്ന വാർത്തകൾ വരുന്നു. ഇന്നുകൊണ്ട് സാമ്പിൾ വെടിക്കട്ടെ. പ്രൈം ടൈം ആരംഭിക്കുന്നു. You are watching 24 from News Headquarters, Kochi. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. നാടിനെ ഞെട്ടിച്ച് തൃശൂർ പുതുക്കാട് കൊടും ക്രൂരത. 2 നവജാത ശിശുക്കളെയും അമ്മ അനീഷ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് എഫ്ഐആർ. കൊലപാതകങ്ങൾ നടന്നത് 2021 2024 മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ശേഷം അസ്ഥികൾ ആൺ സുഹൃത്തിന് കൈമാറി. 1-ാം പ്രതി അനീഷയുമായി സംഭവം നടന്ന വീട്ടിൽ പോലീസിന്റെ തെളിവെടുപ്പ്. ആൺ സുഹൃത്ത് ഭവിനും അറസ്റ്റിലായി. തൃശൂർ പുതുക്കാട് വെള്ളിക്കുളങ്ങരയിൽ നടന്നത് സിനിമാ കഥയെ വെല്ലുന്ന സംഭവങ്ങൾ. സ്വന്തം കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തൽ നടത്തിയത് അനീഷയുടെ ആൺ സുഹൃത്ത് ഭവിൻ. കൊടും ക്രൂരതയുടെ ചുരുളഴിഞ്ഞത് അവിവാഹിതരായ മാതാപിതാക്കൾ തമ്മിലെ അസ്വാരസ്യത്തിന് പിന്നാലെ. അനീഷയെയും ഭവിനെയും വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. തൃശൂരിൽ വീണ്ടും റോഡിലെ കുഴിയിൽ വീണ അപകടമുണ്ടായി. കോവിലകത്തും പാടത്ത് റോഡിലെ കുഴിയിൽ വീണ സ്കൂട്ടർ യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം യുവാവിന് ജീവൻ നഷ്ടമായത് ഇതേ റോഡിലാണ്. കഴിഞ്ഞ ദിവസം ഒരു യുവാവിന് ജീവൻ നഷ്ടമായതും. എതിർപ്പുകൾക്കിടയിലും സ്കൂളുകളിലെ സൂംബയിൽ സർക്കാർ മുന്നോട്ട്. വർഗീയതയുടെ നിറം കെടുത്താൻ അംഗീകരിക്കലെന്ന മന്ത്രി വി ശിവൻകുട്ടി. അനാവശ്യ വിവാദമെന്ന കേനം എല്ലാറ്റിലും ജാതിയും മതവും കയറ്റുന്നത് അപകടകരമെന്ന സംസ്ഥാന അധ്യക്ഷൻ അബ്ദുള്ള കോയ മദനി. സർക്കാരിനെ പിന്തുണച്ച് SNDP. ഒരു വിഭാഗം മതസംഘടനകളുടെ നിലപാട് മുസ്ലിം ജനവിഭാഗത്തെ പരിഹാസ്യരാക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല എന്ന പരാതിയിൽ വീഴ്ച സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സിസ്റ്റത്തിന്റെ വീഴ്ചയെന്നും നിസ്സഹായത തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസൻ കഠിനാധ്വാനിയായ ഡോക്ടറെന്നും മന്ത്രി വീണ ജോർജ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധന നടക്കുകയും ചെയ്യും. ആദ്യം ചികിത്സിക്കേണ്ടത് ആരോഗ്യവകുപ്പിനെ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പ്രതിസന്ധി തുറന്നു കാണിച്ച 24 ലൈവത്തോൺ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ച നിലയിൽ. കോട്ടയത്ത് ന്യൂറോ ശസ്ത്രക്രിയകൾ മുടങ്ങി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പല വിഭാഗങ്ങളിലും സർജന്മാരില്ലാത്ത അവസ്ഥ. കുടിശ്ശിക പ്രശ്നത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം പ്രതിസന്ധിയിലേക്ക്. കോഴിക്കോട് തൊണ്ടയാടിന് സമീപം നെല്ലിക്കോട് മണ്ണിടിഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഇടിഞ്ഞു വീണ മൺകൂനയിൽ നിന്ന് 2 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ 13 സ്പിൽവേ ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപക നാശനഷ്ടം. ഭാരതാംബ വിവാദത്തിൽ സർക്കാർ രാജ്ഭവന് പോരിനയവില്ല. മന്ത്രി വി ശിവൻകുട്ടി ന്യായീകരിച്ച മുഖ്യമന്ത്രിക്ക് രാജ്ഭവൻ മറുപടി നൽകും. ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ സംഘർഷത്തെ ചൊല്ലി കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും നീക്കണമെന്ന RSS ആവശ്യത്തിനെതിരെ CPI രംഗത്ത് വന്നു. RSS മേധാവിക്ക് P. സന്തോഷ് കുമാർ MPയുടെ കത്ത്. കൊൽക്കത്ത ലോ കോളേജിൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായതിൽ തൃണമൂൽ MLAയുടെ പ്രസ്താവനയിൽ വിവാദം. വിദ്യാർത്ഥി ഒറ്റയ്ക്ക് പോയതുകൊണ്ടാണ് ബലാത്സംഗത്തിനിരയായതെന്ന് മദൻ മിത്ര. MLAയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി തൃണമൂൽ. പ്രസ്താവന വളച്ചൊടിച്ചതെന്ന് MLAയുടെ വാദം തള്ളിക്കളഞ്ഞു. സ്ത്രീവിരുദ്ധതയ്ക്ക് രാഷ്ട്രീയ ഭേദമില്ലെന്ന് മഹുവ മൊയ്ത്ര MP.
പുരിയിലെ രഥയാത്രയ്ക്കുടാൻ ഉണ്ടായ അപകടത്തിൽ നടപടിയുമായി ഒഡീഷ സർക്കാർ ജില്ലാ കളക്ടറെയും SP-യെയും സ്ഥലം മാറ്റി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. രഥയാത്രയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർ മരിച്ചു, 50 പേർക്ക് പരിക്കേറ്റു. 6 പേരുടെ നില ഗുരുതരം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്ക് സൗജന്യമായി OP ടിക്കറ്റ് നൽകുന്നത് നിർത്തിവെച്ചു. ഇനി മുതൽ നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സുവരെയുള്ളവർക്ക് OP ടിക്കറ്റിന് 5 രൂപ വീതം നൽകണം. പ്രതിസന്ധി ആരോഗ്യകരണം പദ്ധതി മുടങ്ങിയതോടെ. തിരുവനന്തപുരത്ത് MDMA-യുമായി CPI നേതാവ് ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. പിടിയിലായത് കൃഷ്ണൻ, ആലി മുഹമ്മദ് എന്നിവർ. ഇവരിൽ നിന്നും 9.05 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇറാൻ വീണ്ടും ആണവ സമ്പുഷ്ടീകരണം നടത്തുമെന്ന മുന്നറിയിപ്പുമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. മാസങ്ങൾക്കുള്ളിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ ഇറാന് ശേഷിയുണ്ട്. അമേരിക്കയുടെ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കപ്പെട്ടില്ലെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് അട്ടിമറി സാധ്യതയും അന്വേഷിക്കുന്നുണ്ടെന്ന് വ്യോമയാന സഹമന്ത്രി. അന്വേഷണം നടക്കുന്നത് എല്ലാ വശങ്ങളും കേന്ദ്രീകരിച്ച് നിരവധി ഏജൻസികൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും മന്ത്രി. കോൺഗ്രസ് നിലപാടുകളോട് പരസ്യ വിയോജിപ്പ് തുടർന്ന ഡോക്ടർ ശശി തരൂർ MP. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി നടപ്പാക്കാൻ RSS ആഗ്രഹിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ പരാമർശം അദ്ദേഹം തള്ളി. ഭരണഘടന സംബന്ധിച്ച മുൻ നിലപാട് RSS തിരുത്തിയിട്ടുണ്ടെന്നും ഡോക്ടർ തരൂർ. വിഷയത്തിൽ RSS തന്നെ നിലപാട് വ്യക്തമാക്കട്ടെ എന്നും ഡോക്ടർ ശശി തരൂർ MP. തിരുവനന്തപുരം പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആശിഷ് GS സസ്പെൻഷൻ. വ്യാജരേഖകൾ ചമച്ച് സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് കണ്ടെത്തൽ. പ്രധാന വാർത്തകൾ കഴിയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. തൃശൂർ പുതക്കാട്ട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് FIR. അമ്മ അനീഷയാണ് 2 കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത്. അനീഷ, ആൺ സുഹൃത്ത് ഭവിൻ എന്നിവരെ പോലീസ് 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനീഷ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തി. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഒന്ന് കാണുക. രണ്ടായിരത്തി 2021-ലും 2024-ലുമാണ് കൊലപാതകങ്ങൾ നടത്തിയത്. കുഞ്ഞുങ്ങളുടെ അസ്ഥി അനീഷ ഭവിന് കൈമാറുകയായിരുന്നു. അനീഷ വീടിന് പിറകിൽ കുഴിയെടുക്കുന്ന കണ്ടെന്ന് അയൽവാസി പറഞ്ഞു. അത് ഞാൻ അവിടെ കുഴി കുത്തുന്ന കേട്ടപ്പോ കോഴികള് വെക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വല കെട്ടിയിട്ടുണ്ട്. അപ്പൊ വല്ല പാമ്പുകൾ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് തീറ്റയും കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പണ്ട് ഇവള് കുഴി കുത്തിയിട്ടിട്ട് അങ്ങോട്ട് കയറിപ്പോയി. ഒരു ബക്കറ്റിൽ ഒരു സാധനം ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ടായി. അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടപ്പോ ഇവള് ഈ കുഴി മൂടി കഴിഞ്ഞിട്ട് അവള് ബക്കറ്റും കൈക്കോട്ടും കൊണ്ട് അവരെ വീടിന്റെ തെക്കേപ്പുറത്തേക്ക് പോയി. കൊലപാതകങ്ങളിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. തൃശ്ശൂരിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് കൂടുതൽ വിവരങ്ങൾ, പറയൂ. നാടിനെ നടുക്കിയ 2 കൊലപാതകങ്ങൾ എന്ന് വിശേഷിപ്പിക്കാം. അതിനപ്പുറത്ത് മറ്റൊരു വാക്കുമില്ല. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ആമ്പല്ലൂർ സ്വദേശി ഭവിൻ എന്ന യുവാവ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കവറുമായി എത്തുന്നത്. ആ കവറിൽ തന്റെ കുഞ്ഞുങ്ങളുടെ അസ്ഥിയാണെന്ന് ഭവിൻ പോലീസിനോട് പറയുന്നു. തനിക്കും അനീഷ എന്ന യുവതിക്കും ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. 2021-ലും 2024-ലുമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങൾ ആ സമയത്ത് തന്നെ മരിച്ചു. പിന്നീട് ഞങ്ങൾ 2 പേരും ചേർന്ന് കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ടു എന്നുള്ളതായിരുന്നു ഇയാൾ നൽകിയ വെളിപ്പെടുത്തൽ. പോലീസിന് ആദ്യഘട്ടത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾ മദ്യപിച്ചിരുന്നു. അപ്പോൾ ഇത് വസ്തുതയാണോ എന്ന ആശങ്കയുണ്ടായിരുന്നു. പിന്നീട് വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത പോലീസിന് വന്നത്. അങ്ങനെ അനീഷയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. 2 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം
ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഇത് കുഞ്ഞുങ്ങൾ ചാപിള്ളയായി ജനിച്ചതല്ല, മറിച്ച് 2 കുഞ്ഞുങ്ങളെയും ഇവർ കൊലപ്പെടുത്തിയതാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അങ്ങനെ 2 FIR-കൾ ഇപ്പോൾ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2020-ലാണ് അനീഷയും അതോടൊപ്പം തന്നെ ഈ ബവിനും പരിചയത്തിലാവുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. അങ്ങനെ അവർ ശാരീരിക ബന്ധത്തിലടക്കം ഏർപ്പെട്ടു. 2021-ൽ അനീഷയുടെ വീട്ടിൽ വെച്ച്, അനീഷയുടെ ചേട്ടന്റെ മുറിയിൽ വെച്ച് അനീഷയ്ക്ക് കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിന്റെ വായ മൂടിക്കെട്ടി അനീഷ കൊലപ്പെടുത്തി. അതിനുശേഷം വീടിന്റെ സൈഡിലുള്ള ഒരു മരത്തിന് കീഴെ ആ കുഞ്ഞിനെ കുഴിച്ചിടുകയായിരുന്നു. 8 മാസത്തിന് ശേഷം കുഞ്ഞിന്റെ അസ്ഥി എടുത്ത് ബവിന് കൈമാറി. വീണ്ടും ഇവർ തമ്മിലുള്ള ബന്ധം തുടർന്നു. 2023 അനീഷ വീണ്ടും ഗർഭിണിയായി. 24-ൽ കുഞ്ഞിനെ പ്രസവിക്കുന്നു. സമാനമായ രീതിയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തി. പക്ഷേ അന്ന് രണ്ടാമത്തെ തവണ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അനീഷ വീട്ടിൽ തന്നെ ആ കുഞ്ഞിന്റെ മൃതദേഹം സൂക്ഷിച്ചു. പിറ്റേ ദിവസം ഉച്ചയോടുകൂടിയാണ് കുഞ്ഞിന്റെ മൃതദേഹം ഒരു കവറിലാക്കി ഈ ആമ്പല്ലൂരുള്ള ബവിന് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ബവിൻ തന്റെ വീടിന് അടുത്തുള്ള ഒരു ഒഴിഞ്ഞ തോടിൽ, വെള്ളമില്ലാത്ത തോടിൽ കുഴിയെടുത്ത് ആ കുഞ്ഞിനെ അവിടെ മൂടുകയായിരുന്നു. അങ്ങനെയാണ് ഈ 2 കേസിന്റെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നത്. ഈ സംഭവം പുറത്തു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ബവിനും ഈ അനീഷയും തമ്മിൽ ഏറെ നാളായി ചില അസ്വാരസ്യങ്ങളുണ്ട്. ഇന്നലെ രാത്രി ബവിൻ മദ്യപിച്ച ശേഷം അനീഷയെ ഫോൺ വിളിക്കുന്നു. പക്ഷേ അനീഷയുടെ ഫോൺ എൻഗേജ്ഡ് ആയിരിക്കുന്നു. അങ്ങനെ ബവിനൊരു സംശയം തോന്നുന്നു, അനീഷയ്ക്ക് മറ്റാരുമായൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബവിൻ അങ്ങനെ അനീഷ സുഖമായി ജീവിക്കേണ്ട, താൻ പ്രതിയാണെങ്കിൽ, താൻ പോലും ഈ കേസിൽ പ്രതിയാകുമെങ്കിലും അനീഷ അങ്ങനെ സുഖമായി ജീവിക്കേണ്ട എന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ധൈര്യപൂർവ്വം കയറി ചെന്ന് ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയത്. ഒപ്പം പോലീസ് പറയുന്ന മറ്റു ചില കാര്യങ്ങൾ ഈ അസ്ഥിയുമായി ബന്ധപ്പെട്ടാണ്. ഈ ബവിന്റെ നിർദ്ദേശപ്രകാരമാണ് അസ്ഥി കൈമാറിയതെന്ന് അനീഷ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബവിൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഏതെങ്കിലും ഘട്ടത്തിൽ അനീഷ തന്റെ വിവാഹാഭ്യർത്ഥന നിരസിക്കുകയോ ഈ കുടുംബം തന്നെ എതിർക്കുകയോ ചെയ്താൽ അവരെ ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥി കാണിച്ച് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ബന്ധവുമായി മുന്നോട്ട് പോകാൻ ഈ അസ്ഥി ഒരു തുണയാകും എന്ന് കരുതി അസ്ഥി സൂക്ഷിച്ചു എന്നുള്ളതാണ് നിലവിൽ ബവിൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഇന്ന് 2 പേരുടെയും തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ള. അനീഷയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി, ബവിനെയും വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ആ സ്ഥലം, അതായത് കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലത്ത് പോലീസും ഫോറൻസിക് വിഭാഗവും നാളെ പരിശോധന നടത്തും. സ്വാഭാവികമായും അവിടെ നിന്ന് കുഞ്ഞിന്റെ മുടിയും മറ്റു അവശിഷ്ടങ്ങളും ഒക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നതും അത് തന്നെയാണ്. ഇത് കുഞ്ഞുങ്ങളുടെ അസ്ഥി തന്നെയാണെന്ന് ഫോറൻസിക് സർജൻ വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ ഇനി വിശദമായ പരിശോധന നടത്തും. DNA കൂടി മാച്ച് ചെയ്ത ശേഷമായിരിക്കും ഇത് ഇവരുടെ കുഞ്ഞാണെന്ന് ഉറപ്പിക്കുക. അപ്പോഴും പോലീസിനെ സംബന്ധിച്ചൊരു വെല്ലുവിളി നിലനിൽക്കുന്നത് ഇതൊരു മർഡർ ആണെന്ന് എങ്ങനെ തെളിയിക്കുമെന്നാണ്. 2021-ലും 2024-ലും നടന്ന സംഭവങ്ങളാണ്. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഒരു സാധ്യത ഇനിയില്ല. മറിച്ചുള്ളത് ഇവരുടെ മൊഴിയും ശാസ്ത്രീയ തെളിവുകളുമാണ്. അതാണ് പോലീസിന് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, തെളിവിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാടിനെ അടുക്കിയ ഞെട്ടിക്കുന്ന 2 ആദ്യം ഒരു സ്വാഭാവിക മരണം എന്ന് പറഞ്ഞ് പിന്നീട് ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി പുതിയ FIR രജിസ്റ്റർ 2 കൊലപാതകമായി മാറുന്ന കാഴ്ചയാണ്. ഇതിൽ ഇനി മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഏതെങ്കിലും ആളുകൾക്ക് ഈ വിവരങ്ങൾ അറിയാമായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സമാന്തരമായി അന്വേഷിച്ച് വരികയാണ്. ഇതിനോടകം തന്നെ ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോലീസിന് പോകണമെങ്കിൽ ഈ ശാസ്ത്രീയ തെളിവുകളുടെ അനിവാര്യതയുണ്ട്. ആ ശാസ്ത്രീയ തെളിവുകൾ നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് വെള്ളിക്കുളങ്ങരയിൽ നിന്ന്. തൃശ്ശൂരിലെ തന്നെ മറ്റൊരു വാർത്തയിലേക്ക്. തൃശ്ശൂരിൽ വീണ്ടും റോഡിലെ കുഴിയിൽ വീണ അപകടമുണ്ടായി. കോവിലകത്തും പാടത്ത് റോഡിലെ കുഴിയിൽ വീണ സ്കൂട്ടർ യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ കോലഴി സ്വദേശികളായ തോമസ്, മീന എന്നിവരെ തൃശ്ശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റാഫി കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. റാഫി, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇതേ റോഡിൽ വീണ് നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നു, അതേ റോഡിൽ തന്നെ വീണ്ടും ആളുകൾ വീണു അല്ലേ? ഒരേ കുഴിയാണോ? തീർച്ചയായും ആ റോഡിൽ നിരവധി കുഴികളുണ്ട്. അതുകൊണ്ട് ഒരേ കുഴിയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. എന്തായാലും അതേ റോഡിൽ തന്നെയാണ് വീണ്ടും കുഴിയിൽ വീണൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 2 പേര്, ഒരാൾ തോമസ്, മറ്റൊരാൾ ബീന. ഇവർ 2 പേർക്കുമാണ്. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്ത ആളുകളായിരുന്നു ഇരുവരും. 2 പേർക്കും പരിക്കേറ്റിരിക്കുകയാണ്. ഗുരുതര പരിക്കേറ്റ ഇവരെ സമീപത്തുള്ള അശ്വിനി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ റോഡിലുള്ള കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനം വെട്ടിക്കുന്നതിനിടെ 2
പേർ വീണിരുന്നു. അതിൽ വിഷ്ണുദാത്ത് എന്ന ഒരാൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തു. ഇയാളുടെ അമ്മ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. പിന്നിൽ വന്ന വാഹനം ഇടിച്ചാണ് വിഷ്ണുദാത്തിന് പരിക്കേറ്റത്. ഇതിന് പിന്നാലെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു. പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ മേയർ നടത്തിയ ഒരു പ്രതികരണം അത് പിന്നീട് വിവാദമാവുകയും ചെയ്തു. റോഡിൽ കുഴിയുണ്ടായത് കൗൺസിലർമാരുടെ കുഴപ്പം കൊണ്ടാണ്, കുഴിയിൽ വീഴാതിരിക്കാനല്ല അയാൾ വാഹനം വെട്ടിച്ചത്, പിന്നിൽ വന്ന സ്വകാര്യ ബസ് ഇടിച്ചതാണ് മരണകാരണം എന്നുള്ള പ്രതികരണമാണ് മേയർ നടത്തിയത്. ഈ പ്രതികരണം പിന്നീട് വിവാദമാവുകയും ഈ പ്രതികരണത്തിന് എതിരെ പോലുമുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. നാളെ തൃശ്ശൂരിൽ കൗൺസിൽ യോഗം ചേരുകയാണ്. ഈ കൗൺസിൽ യോഗത്തിൽ ഇതേ വിഷയം ചർച്ചയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ച മാത്രമല്ല, വലിയ പ്രതിഷേധം ഈ കൗൺസിൽ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് നാളത്തെ കൗൺസിൽ യോഗം ശക്തമായ പ്രതിഷേധം നടത്തുമെന്നുള്ളതാണ് നിലവിൽ അറിയിക്കുന്നത്. ടീമാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല എന്ന പരാതിയിൽ വീഴ്ച സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി സിസ്റ്റത്തിന്റെ വീഴ്ചയെന്നും നിസ്സഹായത തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസൻ കഠിനാധ്വാനിയ ഡോക്ടറാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിൽ അന്വേഷിക്കാൻ 4 അംഗ സമിതി രൂപീകരിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് ശുപാർശ ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം അധികൃതരെ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്നും ആവർത്തിച്ചു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ചിരുന്നു. ആശുപത്രിയിലെ മേലധികാരികളാണ് പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രി അറിയിക്കുന്നത്. നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്ന അധികാരികൾ ഇത് പലപ്പോഴും കവറപ്പ് ചെയ്യുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് മേളിലോട്ട് ഇത് അറിയിക്കാതെ അവരതിനെ വെള്ളപൂശുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സർക്കാർ ആശുപത്രികളെ മൊത്തത്തിൽ താറടിക്കുന്നത് ശരിയല്ലെന്നും ഉപകരണക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ഹസൻ ഉന്നയിച്ച വിഷയങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിൽ അന്വേഷണത്തിന് 4 അംഗ സമിതിയെ നിയോഗിക്കുന്നതിന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യവകുപ്പിന് ശുപാർശ നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും സമിതിയിൽ അംഗങ്ങളാണ്. ശുപാർശയിൽ ആരോഗ്യവകുപ്പ് ഉടൻ ഉത്തരവിറക്കിയേക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല മറ്റു സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഉപകരണക്ഷാമം മൂലമുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുവെന്ന് KGMCTA. ഫയൽ നീക്കം കാലതാമസം നേരിടുന്നുവെന്നും ഡോക്ടർ ഹാരിസ് ഹസനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്നും KGMCTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റൊസനാര ബീഗം 24-നോട് പറഞ്ഞു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ പ്രതിസന്ധി ആയുധമാക്കിയ പ്രതിപക്ഷം ഇടത് സർക്കാരിന്റെ ഭരണ തകർച്ചയുടെ നേർചിത്രമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് കുറ്റപ്പെടുത്തി. ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷം. ചികിത്സ വേണ്ടത് ആരോഗ്യവകുപ്പിനെന്നും PR ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രൊപ്പഗണ്ട അല്ല യഥാർത്ഥ ആരോഗ്യ കേരളമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. എൻ്റെ ഒരു സ്നേഹിതൻ സർജറി കഴിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മരിച്ചുപോയി. സർജറി നടത്താൻ സമയത്ത് സർജറിക്കുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യന്റ് മേടിച്ചുകൊണ്ട് വേണ്ടി മരുന്നില്ല, ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല. ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ഇത് ജില്ലാ ആശുപത്രിയുടെ അവസ്ഥയല്ല, സർക്കാർ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ഗത്യന്തരമില്ലാതെ ചൂണ്ടിക്കാണിച്ചതായിരിക്കും. ആരും ഭയപ്പെട്ട് പറയുന്നില്ല. പ്രതിപക്ഷം കുറെ ദിവസങ്ങളായി പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഞങ്ങളൊക്കെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് തന്നെ രംഗത്ത് വന്ന് ചർച്ച ആയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി ആരോഗ്യവകുപ്പ് ഗൗരവമായി പരിശോധിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. അത് ഗൗരവമായി പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 24 മലപ്പുറം. ഇപ്പോൾ കോഴിക്കോട് നിന്നൊരു വാർത്ത ഷഹദർമാൻ അറിയിക്കുന്നു. കോഴിക്കോട് ചാലിയാർ പുഴയിൽ 2 പേർ ഒഴുക്കിൽപ്പെട്ടു. മീൻ പിടിക്കാൻ പോയ വഞ്ചി മറിഞ്ഞാണ് ഈ അപകടം ഉണ്ടായത്. ഒരാൾ നീന്തി രക്ഷപ്പെട്ടു. അഗ്നിശമന സേനയെത്തി മറ്റൊരാൾക്കായിട്ട് തെരച്ചിൽ നടത്തുകയാണ്. കോളത്തറ കണ്ണാടിക്കുളം സ്വദേശി ആണ് ഒഴുക്കിൽ പെട്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പ്രതിസന്ധി തുറന്നു കാണിച്ച് 24 ലൈവത്തോൺ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോട്ടയത്ത് ന്യൂറോ ശസ്ത്രക്രിയകൾ മുടങ്ങി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പല വിഭാഗങ്ങളിലും സർജന്മാരില്ലാത്ത അവസ്ഥയുമാണ്. സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ ഗുരുതര പ്രതിസന്ധിയാണ് 24 ലൈവത്തോൺ തുറന്നു കാട്ടിയത്.
മാസങ്ങളായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിലെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ശസ്ത്രക്രിയകൾ അവതാളത്തിലായത്. 6 മാസം മുമ്പ് ശസ്ത്രക്രിയയ്ക്ക് തീയതി ലഭിച്ച രോഗികളാണ് ഇതോടെ ദുരിതത്തിലായത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മതിയായ ഡോക്ടേഴ്സ് ഇല്ലാത്തതിനാൽ ന്യൂറോ വിഭാഗത്തിൽ ഉൾപ്പെടെ ശസ്ത്രക്രിയ മുടങ്ങി. ഡോക്ടർമാർ കാർഡിയോളജി വിഭാഗത്തിൽ കുറവുണ്ട്. മെയിനായിട്ട് വേണ്ടത് ന്യൂറോ സർജറി വിഭാഗത്തിലാണ്. അതിൽ നിലവിൽ 6 ഡോക്ടർമാർ ഉണ്ടായിരുന്നത്, അതിൽ 3 പേര് ട്രാൻസ്ഫർ ആയിപ്പോയി. ആകെ 52 ബെഡ് എവിടെ ഉള്ളൂ. അതിൽ 152 പേഷ്യന്റോളം അവിടെ വരുന്നുണ്ട്. അത് വരാന്തയിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ, സാധാരണക്കാരൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ന്യൂറോളജി, യൂറോളജി, കാർഡിയോളജി വിഭാഗത്തിൽ സർജന്മാരില്ലാത്ത അവസ്ഥയാണ്. 2014 2 കോടി മുടക്കി ഉപകരണം വാങ്ങിയിട്ടും ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ന്യൂറോ സർജൻ ഇല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലെത്തി മറ്റാശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും രോഗികൾ പറയുന്നു. പേരിന് മാത്രം ഒരു മെഡിക്കൽ കോളേജ്, അതാണ് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഇവിടെ ശസ്ത്രക്രിയകളടക്കം മുടങ്ങി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ അണുവിമുക്തമാക്കാനായി 1 മാസത്തോളമായി അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ വർഷവുമുള്ള നടപടിയാണെന്നും എമർജൻസി ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ടെന്നുമാണ് അധികൃതരുടെ വാദം. കോഴിക്കോട് കുടിശ്ശിക കിട്ടിയില്ലെങ്കിൽ നാളെയോടെ മരുന്നു വിതരണം നിർത്തേണ്ട അവസ്ഥയാണ്. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്ക് സൗജന്യമായി OP ടിക്കറ്റ് കൊടുക്കുന്നത് നിർത്തിവെച്ചു. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സുവരെയുള്ള ആളുകൾ 5 രൂപ നൽകി വേണം ഇനി OP ടിക്കറ്റ് എടുക്കാൻ. ആരോഗ്യകിരണം പദ്ധതി മുടങ്ങിയതോടെയാണ് കുട്ടികൾക്കും OP ടിക്കറ്റിന് പണം വാങ്ങി തുടങ്ങിയത്. സർക്കാർ ആശുപത്രികളിൽ എല്ലാം സൗജന്യമാണെന്നാണ് സർക്കാരും ആരോഗ്യവകുപ്പും പറയുന്നത്. എന്നാൽ കുട്ടികൾക്ക് സൗജന്യമായി നൽകിയിരുന്ന OP ടിക്കറ്റിന് പോലും ഇപ്പോൾ കാശ് വാങ്ങിത്തുടങ്ങി. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ APL, BPL വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്ക് OP ടിക്കറ്റ് സൗജന്യമാക്കിയിരുന്നത്. ആരോഗ്യകിരണം പദ്ധതി മുടങ്ങിയതോടെയാണ് OP ടിക്കറ്റിന് പണമടയ്ക്കേണ്ട സാഹചര്യമുണ്ടായത്. നോർമൽ ആശുപത്രികളിൽ പൈസ വാങ്ങാറില്ല OP ടിക്കറ്റ് എടുക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മോനും കൂടെ കാണിക്കണമായിരുന്നു. അപ്പോൾ 10 രൂപ വാങ്ങിയായിരുന്നു. നേരത്തെ ഇവർക്ക് ഇവനും ഇവൻ്റെ ചേച്ചിക്കും അങ്ങനെ പൈസ കൊടുത്തിട്ടില്ല OP ടിക്കറ്റിനൊന്നും. ഇപ്പോൾ ഇവിടെ വന്ന ശേഷമാണ് ഞാൻ അറിഞ്ഞത് തന്നെ. 2 വർഷത്തോളമായി പദ്ധതി മുടങ്ങിയിട്ട്. സർക്കാർ പണം നൽകാതെ വന്നതോടെ കുട്ടികൾക്കുള്ള വിവിധ സൗജന്യ പരിശോധനകളും മുടങ്ങി. സർക്കാർ ആശുപത്രികളുമായി കരാറിലേർപ്പെട്ടിരുന്ന ലാബുകളും മറ്റു സ്ഥാപനങ്ങളും കരാർ അവസാനിപ്പിച്ചു. ഹസ്ബൻഡ് ഇങ്ങനെ സുഖമില്ലാത്തതാണ്. പക്ഷേ ഒരു മരുന്നും അവിടുത്തെ ഫാർമസിയിൽ ഇല്ല. പുറത്തു നിന്നാണ് വാങ്ങേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ മക്കളെയും കൂടെ കാര്യത്തിന് കാശ് കൊടുക്കേണ്ടി, എല്ലാ കാര്യത്തിനും കൊടുക്കേണ്ടി വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്. സൗജന്യ ചികിത്സ മുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ആശുപത്രികളിൽ OP ടിക്കറ്റിന് പണം ഈടാക്കിയിരുന്നില്ല. എന്നാൽ ആരോഗ്യകിരണം പദ്ധതിയിലൂടെ പണം പൂർണ്ണമായി നിലച്ചതോടെ അതും അവസാനിപ്പിച്ചിരിക്കുകയാണ്. സൗജന്യമായി OP ടിക്കറ്റെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെത്തുന്ന കുരുന്നുകൾക്ക് അതും നിഷേധിച്ചിരിക്കുകയാണ്. ആരോഗ്യകിരണം പദ്ധതിയുടെ ഭാഗമായി ഫണ്ട് ലഭ്യമാകാത്തതിനാൽ സൗജന്യം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ന്യൂസ് റീഡർ 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എയർ ഇന്ത്യ ടോക്കിയോ ഡൽഹി വിമാനം കൊൽക്കത്തയിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു. ക്യാബിനകത്തെ താപനില ഉയർന്നതോടെയാണ് നിലത്തിറക്കിയത്. യാത്രക്കാരെ സുരക്ഷിതരാണ്. ബോയിങ് 787 ഡ്രീം ലൈൻ വിമാനത്തിനാണ് സാങ്കേതിക പ്രശ്നം ഉണ്ടായത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി പ്രൈം ടൈമിൽ ചേർന്നു. അജീഷ്, വിവരങ്ങൾ. SK ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ എത്തേണ്ട വിമാനമായിരുന്നു ടോക്കിയോയിലെ ഹനേഡ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട 787 ബോയിങ് ഡ്രീം ലൈനർ വിമാനമാണ്. ഇതേ വിമാനമാണ് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ടതും. ഈ വിമാനത്തിലാണ് ഒരു സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെ തുടർന്ന്, അതായത് ക്യാബിനകത്തെ താപനില ഉയർന്നതോടെയാണ് ഈ വിമാനത്തിലെ പൈലറ്റ് അടിയന്തരമായി അത് നിലത്തിറക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ കൊൽക്കത്തയിൽ ഇറക്കുകയായിരുന്നു. അവിടെ സുരക്ഷിതമായി തന്നെ ഈ വിമാനം ലാൻഡ് ചെയ്യുകയും ചെയ്തു. യാത്രക്കാരെ പുറത്തിറക്കി. ഇപ്പോൾ എയർ ഇന്ത്യയുടെ വിദഗ്ധർ, സാങ്കേതിക വിദഗ്ധർ അതിന്റെ പ്രശ്നങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. ഇവരെ എല്ലാവരെയും ഡൽഹിയിൽ എത്തിക്കാനുള്ള മാർഗങ്ങൾ അത് നോക്കുകയാണ് എന്നാണ് എയർ ഇന്ത്യയുടെ ഇപ്പോൾ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടായതിൽ ഖേദവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനങ്ങൾക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് DGC അടക്കം ഇപ്പോൾ പരിശോധിച്ച് വരികയായിരുന്നു. അതിനിടയിലാണ് അതേ ശ്രേണിയിൽപ്പെട്ട വിമാനത്തിന് വീണ്ടും ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടാവുകയും അടിയന്തരമായി നിലത്തിറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം കാളികാവ് ജനവാസ മേഖലയിൽ കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തി. വന്യമൃഗം വേട്ടയാടി ഭക്ഷിച്ച നിലയിലാണ് ജഡം കണ്ടത്. അജ്ഞാത ജീവി ഓടിപ്പോകുന്ന കണ്ടതായി ഈ നാട്ടിലെ ആളുകൾ പറയുന്നു.
സ്ഥലത്ത് വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുകയാണ്. സമീർ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെ? SKN നരുഭോജി കടുവ ഭീതി വിതക്കുന്ന കാളികാവിലാണ് ഈ അജ്ഞാത ജീവി കാട്ടുപന്നിയെ ഭക്ഷിച്ച നിലയിൽ കാണുന്ന ഒരു ഘട്ടമുണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. മേലെ കാളികാവിലെ ഉള്ളാട്ടിൽ എസ്റ്റേറ്റിന് സമീപമാണ് കാട്ടുപന്നിയുടെ ജഡം നാട്ടുകാർ കാണുന്നത്. ഈ ഒരു അജ്ഞാത ജീവി ഭക്ഷിച്ച നിലയിലാണ് ജഡം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിനടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇവിടെ ഒരു ക്യാമറ കൂടി സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ക്യാമറയിലൂടെ ഇനി ഈ ജഡവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വന്യജീവികൾ വരുന്നുണ്ടോ എന്ന് വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. ഇവിടെ എന്ന് പറയുന്നത് നേരത്തെ ഈ നരഭോജി കടുവയുടെ ആക്രമണം ഉണ്ടായ ഈ റാവുത്തർ കാടിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ഈ വന്യജീവി ആക്രമണം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കടുവ തന്നെയാണോ ആക്രമിച്ചത് എന്നുള്ള സംശയം നാട്ടുകാർക്ക് ഉണ്ട്. മാത്രമല്ല ഇതൊരു ജനവാസ മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആശങ്ക അതിവേഗം അകറ്റി വന്യജീവി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പിടികൂടണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. തിരുവനന്തപുരം പെരിങ്കടവള ബ്ലോക്ക് പഞ്ചായത്തിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആശിഷ് GS ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വ്യാജരേഖകൾ ചമച്ച് സാമ്പത്തിക തിരിമറി നടത്തിയെന്നാണ് കണ്ടെത്തൽ. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി MG പ്രതീഷ് തിരുവനന്തപുരത്ത് തത്സമയം പ്രൈം ടൈമിൽ ചേരുകയാണ്. പ്രതീഷ്, എന്താണ് സംഭവിച്ചത്? SKN മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഈ തദ്ദേശ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായും വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് സാമ്പത്തിക തിരിമറി നടത്തിയെന്നതാണ് പ്രധാനമായും ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. കുടുംബശ്രീ യൂണിറ്റിന്റെ പേരിൽ വ്യാജ രസീത് ബുക്കുകൾ ഉണ്ടാക്കിയിരുന്നു. ഈ വ്യാജ രസീത് ബുക്കുകൾ ഉൾപ്പെടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഡ്രൈവർമാർക്ക് നിയമവിരുദ്ധമായി യാത്രാബത്ത നൽകി, ഒപ്പം ജനപ്രതിനിധികൾക്ക് ചട്ടവിരുദ്ധമായി TA കൈമാറി എന്നതുൾപ്പെടെയുള്ള പരാതികളിൽ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ തന്നെ മറ്റ് ജീവനക്കാരുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നത് എന്നതാണ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി വ്യാജ ബില്ലുകളും വൗച്ചറുകളുമാണ് പരിശോധനയിൽ കണ്ടെത്തിയ മറ്റ് രേഖകൾ. ഇതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് അന്വേഷണ വിധേയമായി ആശിഷ് GS സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ ഉദ്യോഗസ്ഥനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കാണ് ഈ സ്ഥലത്തുള്ള ഒരു വ്യക്തി മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ പോർട്ടൽ വഴി പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തദ്ദേശ വകുപ്പിന് പരാതി കൈമാറുകയും തദ്ദേശ വകുപ്പിലെ ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടറെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയുമായിരുന്നു. ആ അന്വേഷണത്തിലാണ് ഗുരുതരമായ സാമ്പത്തിക തിരിമറി കണ്ടെത്തുകയും ആ സാമ്പത്തിക തിരിമറി നടന്നതായി ബോധ്യപ്പെടുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ മറ്റൊരു അപകടത്തിന്റെ വാർത്ത. കോഴിക്കോട് ചാലിയാർ പുഴയിൽ 2 പേർ ഒഴുക്കിൽപ്പെട്ടു. മീൻ പിടിക്കാൻ പോയ വഞ്ചി മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. ഒരാൾ നീന്തി രക്ഷപ്പെട്ടു. കാണാതായ മറ്റൊരാൾക്ക് വേണ്ടി അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഷഹദ്, ഈ കാണാതായ ആളിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? നിലവിൽ കാണാതായ ആളെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. ചാലിയാർ പുഴയിലാണ് ഇത്തരത്തിൽ 2 പേർ ഒഴുക്കിൽപ്പെട്ടത്. മീൻ പിടിക്കാൻ പോയ വഞ്ചി മറിഞ്ഞാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഒരാൾ നീന്തി രക്ഷപ്പെട്ടു. അതായത് കൊളത്തറ ജെല്ലി ഫിഷിന് സമീപത്തുള്ള പുഴയിലാണ് ഇത്തരത്തിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടി ചെറുതോണിയിൽ ഈ ഏട്ടനും അനുജനും കൂടി പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. കൊളത്തറ കണ്ണാട്ടിക്കുളം സ്വദേശി കിളിയനാട് അബ്ദുൽ സലാമിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ജ്യേഷ്ഠനായിട്ടുള്ള മുഹമ്മദാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ മേഖലയിൽ ഈ ചെറു വഞ്ചികളിൽ ആളുകൾ മീൻ പിടിക്കാൻ പോകുന്നതാണ്. സമാനമായ രീതിയിലാണ് ഇന്ന് ഈ 2 പേരും മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വലിയ രീതിയിലുള്ള അടിയൊഴുക്കുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ വഞ്ചി മറിയുകയും പിന്നീട് ഇതിൽ ഒരാള് അതായത് ഇപ്പോൾ ഈ കാണാതാവുകയും ചെയ്തിട്ടുള്ളത്. ഒരാൾ നീന്തി രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈകിട്ട് 6 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോഴും തിരച്ചിൽ നടക്കുകയാണ്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹത്തെ എത്രയും വേഗം കണ്ടെത്താൻ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ
വധക്കേസിലെ പ്രധാന പ്രതി നൌഷാദിനെ സൗദി അറേബ്യയിൽ നിന്നും നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചു. DNA പരിശോധനാ ഫലം ലഭ്യമായാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നൌഷാദും സംഘവും ബത്തേരി ബീനാച്ചിയിലുള്ള വീട്ടിൽ വെച്ചാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. പ്രതി നൌഷാദിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. മെഡിക്കൽ കോളേജ് പരിസരത്ത് പെൺസുഹൃത്തിനെ ഉപയോഗിച്ച് ഹേമചന്ദ്രനെ വിളിച്ചു വരുത്തിയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇതിനുശേഷം ബീനാച്ചിയിലെ വാടക വീട്ടിലെത്തിച്ചു മർദ്ദിച്ചു. ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് മരണം. ശേഷം ചേരമ്പാടി വനത്തിൽ കുഴിച്ചിടുകയായിരുന്നു. കേസ് വഴിതിരിച്ചുവിടാൻ പ്രതികൾ ശ്രമിച്ചെന്നും നൌഷാദുമായുള്ള സാമ്പത്തിക ഇടപാടാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും DCP അരുൺ കെ പവിത്രൻ. ഒരു തന്ന മൊഴി പ്രകാരം സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ഹേമേന്ദ്രന് ഒരുപാട് ഇത്തരത്തിൽ മുമ്പും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അദ്ദേഹം വീട് വിട്ടു പോയ സമയത്തേക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ളതുണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരി ബീനാച്ചിയിലാണ് പ്രധാന പ്രതി നൌഷാദിന്റെ വീട്. ഇതിന് സമീപത്തുള്ള മറ്റൊരു വീട് നൌഷാദിനെ വിൽപ്പനയ്ക്കായി ഏൽപ്പിച്ചിരുന്നു. ഈ വീട്ടുകാർ മലപ്പുറത്തേക്ക് താമസം മാറി. ഈ വീട്ടിൽ വെച്ചാണ് മർദ്ദനവും കൊലപാതകവും നടന്നതെന്ന് പോലീസ് കണ്ടെത്തി. 3 മാസം മുൻപാണ് നൌഷാദ് വിദേശത്തേക്ക് കടന്നത്. ഇന്നലെയാണ് ഈ വിവരങ്ങൾ മനസ്സിലായതെന്ന് വീട്ടുകാർ 24-നോട് പറഞ്ഞു. മകളുടെ കുട്ടി പറഞ്ഞു, അമ്മാമയ്യോ ആളുടെ കണ്ട് തന്നെ മുഖപ്പേച്ചുള്ള ആളാണല്ലോ അമ്മാമ്മേ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴും സംഭവം ശരിയാണ്. ബേഗൊക്കെ വലിയ 2-3 ബേഗൊക്കെ വലിച്ച് പോകുന്നുണ്ട്. ഇല്ല, എന്നോട് പോകുകയെന്നല്ല പറഞ്ഞത്, അതിന് മുമ്പ് പറഞ്ഞിരുന്നു ഗൾഫിലേക്ക് പോകണം എന്നിങ്ങനെ പറഞ്ഞിരുന്നു. ഊട്ടി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോട് എത്തിച്ച ഹേമേന്ദ്രന്റെ മൃതദേഹം DNA പരിശോധനയ്ക്ക് വിധേയമാക്കും. പരിശോധനാ ഫലം വന്ന ശേഷമേ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകൂ. കൊലപാതകത്തിൽ കർണാടകയിലെ ഗുണ്ടൽപേട്ട് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. 24 വയനാട്. വിവാദങ്ങൾക്കിടെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉറച്ചു തന്നെ മുന്നോട്ട്. വർഗീയതയുടെ നിറം കൊടുത്താൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. മതസംഘടനകൾ എതിർപ്പ് തുടരുന്നതിനിടെ സൂംബയെ അനുകൂലിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നു. ഇതിനെക്കുറിച്ച് SNDP പ്രമേയവും പാസാക്കി. വിവാദം അനാവശ്യമെന്ന് KNM സംസ്ഥാന അധ്യക്ഷൻ അബ്ദുള്ള കോയ മദനി പറഞ്ഞു. സൂംബ ഡാൻസുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധിക്ഷേപിച്ചവരാണ് മാപ്പ് പറയേണ്ടതെന്ന് ആവശ്യപ്പെട്ടു. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ്. വിമർശിക്കുന്നവരുടേത് അപകടകരമായ സമീപനമാണെന്നും ഇത്തരം വിഷയങ്ങളിൽ പ്രവാചകനെയും ദർശനങ്ങളെയും കൂട്ടുപിടിച്ചത് ഖേദകരമെന്നും KNM സംസ്ഥാന അധ്യക്ഷൻ അബ്ദുള്ള കോയ മദനി. എന്തു പറഞ്ഞാലും അതൊക്കെ വർഗീയമാകുക, അല്ലെങ്കിൽ മതദർശനങ്ങളെ ഇകഴ്ത്തുക, അല്ലെങ്കിൽ അതിൻ്റെ എതിരിൽ അണിനിരക്കുക എന്നുള്ള നിലക്ക് ഇതിനെ ചിത്രീകരിച്ച് ഒരു ഖേദകരമായി പോയി എന്നുള്ളതാണ്. ഫിസിക്കൽ എക്സസൈസ് വേണ്ടത്ര നടപ്പാക്കാതെ സൂംബ ഡാൻസ് നടത്തുന്നത് ശാസ്ത്രീയ രീതിയല്ലെന്ന് KNM മർക്കസു ദഅവ സംസ്ഥാന സെക്രട്ടറി MT മനാഫ് 24-നോട് പറഞ്ഞു. ലഹരി നിർമ്മാർജ്ജനത്തിന് എത്രമാത്രം ഇതേപോലെയുള്ള ആക്ടിവിറ്റികൾ സഹായിക്കും എന്ന് ശാസ്ത്രീയമായി പഠിക്കുകയും അതിന്റെ പ്രായോഗികത രക്ഷിതാക്കളെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ടതാണ്. സംശയം ചോദിക്കുന്നവരെ തീവ്രവാദിയാക്കേണ്ടെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂനപക്ഷ മതസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന രീതി ഉണ്ടാകരുതെന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂംബ പരിശീലകർ സംഘടിപ്പിച്ച ഫ്ലാഷ് മൊബിൽ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുത്തു. 24 തിരുവനന്തപുരം. വയനാട് പുൽപ്പള്ളി ടൗണിലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഇറച്ചിയിൽ പുഴുവെന്ന പരാതി. കാപ്പിസെറ്റ് സ്വദേശി മനീഷ് ഇന്നലെ രാത്രി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പോത്തിറച്ചിയിലാണ് പുഴുക്കളെ കണ്ടത്. ഇറച്ചിക്കട അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് DYFIയും BJPയും രംഗത്ത് വന്നു. മനീഷിന്റെ ഭാര്യ ഇറച്ചി പാചകം ചെയ്യുന്നതിനായി കഴുകാനെടുക്കുമ്പോഴാണ് പുഴുക്കളെ കണ്ടത്. ഈ വിവരം ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചു. ഇറച്ചിയിൽ നിരവധി പുഴുക്കൾ ഉണ്ടായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മണി പാമ്പനാൽ. ഫ്രീസറിലോ മറ്റോ ശേഖരിച്ചു വെച്ച മാംസം അതാവശ്യമായ തണുപ്പില്ലാതെ വന്നപ്പോൾ അതിനകത്ത് പുഴു ഏതെങ്കിലും സന്ദർഭത്തിൽ കയറിയതാകാം. ഇതാണ് പുൽപ്പള്ളി മാർക്കറ്റിലെ ബീഫ് സ്റ്റാളുകാർ ചെയ്തു വരുന്ന പണി വർഷങ്ങളായി. മോശമിറച്ചി വിറ്റ സ്ഥാപനത്തിനെതിരെ DYFI രംഗത്തെത്തി. സ്ഥാപനം അടച്ചുപൂട്ടിയായിരുന്നു DYFIയുടെ പ്രതിഷേധം. പഞ്ചായത്ത് വലിയ അനാസ്ഥയാണ് കാണിക്കുന്നത്. DYFI ഇതുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിലേക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് സമരം എടുത്തിട്ടുണ്ട്. നാളെ ആ സ്ഥാപനം തുറക്കാൻ DYFI അനുവദിക്കില്ല എന്നുള്ളതാണ്. സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്ന് BJPയും ആവശ്യപ്പെട്ടു. 24 വയനാട്.
തിരുവനന്തപുരത്ത് MDMA-യുമായി CPI നേതാവ് ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. കൃഷ്ണൻ, ആലി മുഹമ്മദ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവരിൽ നിന്ന് 9.05 ഗ്രാം MDMA കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസമാണ് CPI നേതാവ് കൃഷ്ണനും സുഹൃത്ത് ആലി മുഹമ്മദും എക്സൈസിന്റെ പിടിയിലായത്. വഴുതക്കാട് സ്വദേശി കൃഷ്ണൻ CPIയുടെ പാളയം ലോക്കൽ കമ്മിറ്റി അംഗമാണ്. AYF-ന്റെ തിരുവനന്തപുരം മണ്ഡലം മുൻ സെക്രട്ടറിയായിരുന്നു കൃഷ്ണൻ. കൃഷ്ണന്റെ പക്കൽ നിന്ന് 4.05 ഗ്രാമും ജഗതി കണ്ണേറ്റുമുക്ക് സ്വദേശിയായ ആലി മുഹമ്മദിൽ നിന്ന് 5 ഗ്രാമും MDMA പിടിച്ചെടുത്തു. വിൽപ്പനയ്ക്കായി എത്തിച്ച ലഹരി വസ്തുവാണ് പിടികൂടിയതെന്ന് എക്സൈസ് അറിയിച്ചു. ബൈക്കിലെത്തിയ 2 പേർക്ക് MDMA കൈമാറുന്നു എന്ന വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഇവരുടെ ബൈക്കുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം. പ്രൈം ടൈം തുടരുകയാണ്. കോഴിക്കോട് നെല്ലിക്കോട് ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ബംഗാൾ സ്വദേശി എലാഞ്ചറാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് നിർമ്മാണം നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കെട്ടിടത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് പറയുന്നു. രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. 2 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് മണ്ണിനടിയിൽപ്പെട്ട തൊഴിലാളികളെ പുറത്തെടുത്തത്. സീറ്റുമ്പിലേക്ക് ഇങ്ങനെ എന്തോ ഒരു കല്ല് വീഴുന്നമാതിരി എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ മോൻ പറഞ്ഞു, അച്ഛമ്മ കല്ല് വീഴുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കല്ല് വീഴുകയെന്ന് പറയുമ്പോഴേക്ക് അതൊന്നായിട്ട് ഇങ്ങോട്ട് വീണ് പോസ്റ്റും ഒക്കെ പാടി തീയാളി കുട്ടീനെ എടുത്ത് ഞാൻ എങ്ങനെയോ അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിയതാ. ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി പൈലിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ നടക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. അശാസ്ത്രീയമായി സുരക്ഷാ മുൻകരുതലില്ലാതെയാണ് നിർമ്മാണ പ്രവൃത്തി നടത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ വരെ ഞാൻ കയറിയിട്ട് ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡറും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തിട്ട് ഇവർ പണി നടത്തിയതുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ സമയത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് അവിടെ എന്തെങ്കിലും അക്രമം നടന്നാലേ ഞങ്ങൾ വരുള്ളൂ, ആ വഴി തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമേ ആ ഓർഡറിലുള്ളൂ. പ്രദേശവാസികളുടെ പരാതിയിൽ 2 തവണ കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നതായും കെട്ടിട പെർമിറ്റ് റദ്ദാക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ്. പരാതി ശ്രദ്ധപ്പെട്ടതുകൊണ്ടാണ് ഇവിടെ വന്നതും ഇതുപോലെ തന്നെ ഇവരോട് റീറ്റെയിനിങ് വോൾ കെട്ടാതെ നിങ്ങൾ ചെയ്യരുത് എന്ന് കർശനമായി പറഞ്ഞതും ജനങ്ങളുടെ പരാതി ഉള്ളതുകൊണ്ടും നേരിട്ട് വന്ന് പരിശോധിച്ചപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ടും കൂടിയാണ്. നമുക്കതിനുള്ള പെർമിറ്റ് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്നത് റവന്യൂ വകുപ്പുമായി ചേർന്ന് തീരുമാനിക്കുമെന്ന് പോലീസ് അറിയിച്ചു. 24 കോഴിക്കോട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറന്നു. സെക്കൻഡിൽ 175 ഘനയടി വെള്ളമാണ് ഇപ്പോൾ പെരിയാറിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ജലനിരപ്പ് 136.25 അടിയായി തുടരുകയാണ്. സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് റൂൾ കർവ് പരിധിയായ 136 അടി പിന്നിട്ടതോടെയാണ് 13 സ്പിൽവേ ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. സെക്കൻഡിൽ 175 ഘനയടി വെള്ളമാണ് നിലവിൽ പുറത്തേക്ക് ഒഴുകുന്നത്. ഇത് 250 ഘനയടി വരെയാകാനുള്ള സാധ്യതയുമുണ്ട്. ഡാം തുറന്നെങ്കിലും പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നില്ല. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് പരമാവധി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. റൂൾ കർവ് പരിധിയിൽ താഴെ ജലനിരപ്പ് വീണ്ടും എത്തിയാൽ ഷട്ടറുകൾ അടയ്ക്കും. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തൃശൂർ കയ്പമംഗലത്ത് കനത്ത മഴയിൽ വീട് തകർന്നു വീണു. കൂരിക്കുഴി സ്വദേശി സുജാതയുടെ വീടാണ് തകർന്നത്. എറണാകുളത്ത് കിഴക്കമ്പലം മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഭിത്തിയുടെ ഭാഗം അടർന്നു വീണ് ആശുപത്രി ജീവനക്കാരിക്ക് പരിക്കേറ്റു. 24 ഇടുക്കി. മറ്റൊരു വാർത്തയിലേക്ക്. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ സർക്കാരും രാജ്ഭവനും തമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നു. മന്ത്രി വി ശിവൻകുട്ടിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിക്ക് രാജ്ഭവൻ മറുപടി നൽകും. താനൊരു പ്രോട്ടോകോൾ ലംഘനവും നടത്തിയിട്ടില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി ആവർത്തിച്ചു. കേരള സർവകലാശാല പരിപാടിയിൽ സംഘാടകർക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിനെതിരെ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിൽ ജാഗ്രത രൂക്ഷമായി. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയെ പിന്തുണച്ച മുഖ്യമന്ത്രിയുടെ കത്ത് തള്ളി രാജ്ഭവൻ. മന്ത്രി ചടങ്ങ് ബഹിഷ്കരിച്ചത് പ്രോട്ടോകോൾ ലംഘനം തന്നെ എന്ന വാദത്തിൽ രാജ്ഭവൻ ഉറച്ചു നിൽക്കുന്നു. പരിപാടി തീരുന്നതിന് മുൻപ് ഇറങ്ങിപ്പോയത് ഗവർണറോടുള്ള അവഹേളനം തന്നെ. ഇതറിയിച്ച് സർക്കാരിന് രാജ്ഭവൻ വീണ്ടും കത്ത് നൽകും. പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ലെന്നും RSS നേതാക്കളാണ് രാജ്ഭവൻ നിയന്ത്രിക്കുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി. ഞാൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ല. പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. ഗവർണർ പ്രോട്ടോകോൾ മാത്രമല്ല ഭരണഘടനാ ലംഘനം കൂടി നടത്തിയിരിക്കുകയാണ്.
രാജ്ഭവൻ RSSന്റെ പ്രവർത്തന കേന്ദ്രമാക്കാൻ വേണ്ടി പറ്റില്ല. RSSന്റെ 2 പ്രധാനപ്പെട്ട പ്രവർത്തകർ രാജ്ഭവനിൽ പ്രവർത്തിക്കുകയാണ്. അവരാണ് ഈ കാര്യങ്ങളാകെ തന്നെ നിയന്ത്രിക്കുന്നത്. സർവകലാശാലയിലെ സംഘർഷത്തിൽ കേരള VCയും രജിസ്ട്രാറും തമ്മിൽ കടുത്ത ഭിന്നത തുടരുന്നു. രജിസ്ട്രാർ നൽകിയ ആദ്യ വിശദീകരണത്തിൽ തൃപ്തനാകാതെ വൈസ് ചാൻസലർ വീണ്ടും റിപ്പോർട്ട് തേടി. മതചിഹ്നം ഉപയോഗിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്ന രജിസ്ട്രാറുടെ റിപ്പോർട്ടിലാണ് വൈസ് ചാൻസലർ വ്യക്തത തേടിയത്. നേരത്തെ എല്ലാം വിശദീകരിച്ചതാണെന്ന മറുപടിക്കൊപ്പം സർവകലാശാല PROയുടെ റിപ്പോർട്ടും രജിസ്ട്രാർ VCക്ക് രണ്ടാമത്തെ മറുപടിയായി നൽകി. 24 തിരുവനന്തപുരം. ഇന്ന് പകൽ കുറെ അധികം വാർത്തകൾ വന്നുപോയി. ഈ എന്തൊക്കെയായിരുന്നു ഈ വാർത്തകളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വാർത്താ പകൽ. പുരിയിലെ രഥയാത്രയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് അപകടമുണ്ടായതിൽ നടപടിയുമായി ഒഡീഷ സർക്കാർ. ജില്ലാ കലക്ടറെ സ്ഥലം മാറ്റി. 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മോഹൻ ചരൺ മാജി. കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കി ഡോക്ടർ ശശി തരൂർ MP. ഭരണഘടനയ്ക്ക് പകരം RSS മനുസ്മൃതി ആഗ്രഹിക്കുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം ശശി തരൂർ തള്ളി. ഭരണഘടന സംബന്ധിച്ച മുൻ നിലപാടിൽ നിന്ന് RSSന് മാറ്റമുണ്ടായെന്ന് തരൂർ. കൊല്ലം ട്രാൻസിറ്റ് ഹോമിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച റഷ്യൻ പൗരൻ പിടിയിൽ. കൊട്ടിയം പോലീസ് പിടികൂടിയത് ഇലിയ ഇക്കിമോയെ. രക്ഷപ്പെടാൻ ശ്രമിച്ചത് എറണാകുളം മുളവുകാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിചാരണ നേരിടുന്ന ആൾ. ചില്ലറ വിപണിയിൽ 450 രൂപ കടന്ന വെളിച്ചെണ്ണ വില. 1 മാസത്തിനിടെ വെളിച്ചെണ്ണ വിലയിലുണ്ടായത് 100 രൂപയുടെ വർധന. തേങ്ങയ്ക്കും കൊപ്രയ്ക്കും തമിഴ്നാട്ടിൽ നേരിടുന്ന ക്ഷാമം തിരിച്ചടി. ഓണക്കാലത്ത് ചില്ലറ വിപണിയിൽ വൻ വർധനയുണ്ടാകാൻ സാധ്യത. ബോളിവുഡ് നടി ഷെഫാലി ജാരിവാലയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. 8 വർഷമായി നടി യൗവനം നിലനിർത്താനുള്ള കുത്തിവയ്പ് എടുക്കുന്നതായി കണ്ടെത്തൽ. മരണദിവസവും നടി കുത്തിവയ്പ് എടുത്തിരുന്നുവെന്ന വിവരം. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്ത് അന്വേഷണ സംഘം. സ്ലീപ്പർ ബസ്സുകളുടെ സ്വകാര്യ കുത്തക തകർക്കാൻ KSRTC. പുത്തൻ സ്ലീപ്പർ ബസ്സുകൾ ഉടൻ എത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. യാത്ര വേഗത്തിലാക്കുന്നതിന് ലിമിറ്റഡ് സ്റ്റോപ്പ് പ്രീമിയം ഫാസ്റ്റ് പാസഞ്ചറുകൾ നിരത്തിലിറക്കുമെന്നും ഗതാഗത മന്ത്രി 24നോട്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനി കോളേജിൽ കൂട്ടബലാത്സംഗത്തിനിരയായതിൽ തൃണമൂൽ കോൺഗ്രസ് BJP രാഷ്ട്രീയ പോര്. മമതാ സർക്കാർ ബംഗാളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ കടുത്ത പരാജയമെന്ന BJPയുടെ ആരോപണം. ഇന്ത്യയിൽ സ്ത്രീവിരുദ്ധതയ്ക്ക് രാഷ്ട്രീയ പാർട്ടി ഭേദമില്ലെന്ന് മഹുവ മൊയ്ത്ര MP. വിവാദ പരാമർശം നടത്തിയ MLA മദൻ മിത്രയ്ക്ക് TMC കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അതേസമയം കേസിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. വിദ്യാർത്ഥിനിയെ പ്രതികൾ വലിച്ചിഴയ്ക്കുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. ബംഗാളിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ആവർത്തിക്കുന്നുവെന്നും സുരക്ഷയൊരുക്കുന്നതിൽ മമതാ സർക്കാർ കടുത്ത പരാജയമെന്നുമാണ് BJPയുടെ ആരോപണം. മുഖ്യമന്ത്രി സ്ഥാനം മമതാ ബാനർജി രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. പ്രതിഷേധവുമായി എത്തിയ കേന്ദ്രമന്ത്രിയും BJP അധ്യക്ഷനുമായ സുകാന്ത മജുംദാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിലും പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസും സർക്കാരും ഉറങ്ങുമ്പോൾ ആരെങ്കിലും ഉണർന്നിരിക്കണമെന്നും BJPയാണ് ഈ ജോലി ചെയ്യുന്നതെന്നും സുകാന്ത മജുംദാർ. പീഡനത്തിനിരയായ വിദ്യാർത്ഥിനിയെ അധിക്ഷേപിച്ച് പരാമർശം നടത്തിയ തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജിക്കെതിരെ വിമർശനവുമായി TMC MP മഹുവ മൊയ്ത്ര തന്നെ രംഗത്തെത്തി. സ്ത്രീവിരുദ്ധതയ്ക്ക് രാഷ്ട്രീയ പാർട്ടി ഭേദമില്ലെന്ന് മഹുവ മൊയ്ത്ര വിമർശിച്ചു. ഹണിമൂണിന് ശേഷം മടങ്ങിയെത്തിയ മഹുവ തന്നോട് വഴക്കിടാൻ ആരംഭിച്ചുവെന്നായിരുന്നു വിമർശനത്തിന് കല്യാൺ ബാനർജിയുടെ മറുപടി. വിദ്യാർത്ഥിനിക്കെതിരെ വിവാദ പരാമർശം നടത്തിയ MLA മദൻ മിത്രയ്ക്ക് TMC കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. 3 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചെന്ന മദൻ മിത്രയുടെ വാദം തൃണമൂൽ കോൺഗ്രസ് തള്ളി. വിനീത VG 24 ഡൽഹി. കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കി ഡോക്ടർ ശശി തരൂർ MP. ഭരണഘടനയ്ക്ക് പകരം RSS മനുസ്മൃതി ആഗ്രഹിക്കുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഡോക്ടർ തരൂർ തള്ളി. ഭരണഘടന സംബന്ധിച്ച മുൻ നിലപാടിൽ നിന്നും RSSന് മാറ്റമുണ്ടായെന്നാണ് ഡോക്ടർ ശശി തരൂരിന്റെ പുതിയ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തെ തള്ളിയാണ് ശശി തരൂർ വീണ്ടും പാർട്ടിയെ വെട്ടിലാക്കിയത്. ഭരണഘടനയോടുള്ള RSSന്റെ മുൻ നിലപാടിൽ മാറ്റമുണ്ടായെന്നാണ് താൻ കരുതുന്നതെന്നായിരുന്നു തരൂരിന്റെ വാദം. Historically, he is referring to the fact that was a criticism expressed
at the time of the adoption of the Constitution, Mr. Golwalkar, amongst others, said that one of the great flaws of the Constitution is there is nothing of the Manusmriti in it. But I think the RSS itself has moved on from those days. എന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ചരിത്രപരമായി ശരിയാണെന്നും ഇക്കാര്യത്തിൽ ഇനി നിലപാട് വ്യക്തമാക്കേണ്ടത് RSS തന്നെയാണെന്നും തരൂർ പറഞ്ഞു. ശശി തരൂരിനെ ചേർത്തു നിർത്തുന്ന സമീപനമാണ് താൻ സ്വീകരിച്ചതെന്നും തരൂരിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇത് നമ്മളൊരു അഭിപ്രായം പറയേണ്ട സാഹചര്യമല്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്. ഞാൻ എപ്പോഴും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള പരാമർശങ്ങളിൽ നടപടിയെടുക്കണമെന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യത്തിന് പിന്നാലെയാണ് RSSനെ ന്യായീകരിച്ച് തരൂരിന്റെ പുതിയ നീക്കം. 24 ഡൽഹി. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു.